ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പതിവ് പോലെ ഫിഷിന് ഫുഡൊക്കെ ഇട്ടിട്ട് രാവിലെ ഞാനിതാ കിച്ചണിലേക്ക് പോയി. എന്നും ഒരു 5:30 മുമ്പേ കഴിക്കാറുള്ളതാണ്. പക്ഷെ ഇന്ന് അല്പം ലേറ്റായിപ്പോയി, 6 മണിയായി. എന്തെന്നാൽ ഇന്ന് മോളെ സ്കൂളിൽ വിട്ടില്ല. അവൾക്ക് ചെറുതായിട്ടൊരു സ്കിൻ അലർജി പോലെ തോന്നി. അപ്പോൾ ഇന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അത് കാരണം അവളെ പിള്ളേരിറന്ന് ഉറങ്ങുകയാണ്. മോനിതാ ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. അവൻ ചായ വേണമെന്ന് കേട്ടത് കാരണം ഇപ്പോൾ എനിക്കും പിള്ളേർക്കൊക്കെ ഉള്ള ചായ ഇടാണ്. ഇന്ന് എന്തായാലും വേഗം ജോലികളൊക്കെ ഒന്ന് തീർത്തിട്ട് ഹോസ്പിറ്റലിൽ പോകണം. രാവിലെ ഡോക്ടർ ഒരു 12 മണി വരെയൊക്കെ തന്നെ അവിടെ ഇരിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതിന് മുമ്പേ ഒന്ന് കണ്ടിട്ട് വരണം. ഇന്നത്തെ പ്ലാനുകൾ എന്താണെന്ന് അറിയില്ല. ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് വഴിയെ കാണാം. പിള്ളേർക്ക് 2 പേർക്കും പാൽ ചായയാണ്. കാരണം മോന് കുഴപ്പമില്ല, അവന് പാലായിട്ട് കൊടുത്താൽ അവന് താല്പര്യമുണ്ട്, കുടിക്കും. പെപ്പറും ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അവൻ കുടിച്ചോളും. പക്ഷെ മോൾക്ക് എപ്പോഴും ചായ തന്നെ വേണം. അവളെ കുഞ്ഞിലേ അങ്ങനെ അവളുടെ അമ്മൂമ്മമാരെല്ലാം കൂടെ അങ്ങനെ പഴക്കി വിട്ടിട്ടുണ്ടായിരുന്നു. സോ അവൾക്ക് 24 മണിക്കൂറും ചായ കൊടുത്താലും മതി, ഫുഡിനോട് വേറെ ഒന്നും ഇതില്ല. എനിക്ക് എൻ്റെ മോർണിംഗ് ഡ്രിങ്ക്, ഞാൻ എൻ്റെ കുറേ മസാലക്കൂട്ടുകൾ എന്തൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അത് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അത് മിക്സ് ചെയ്തിട്ട് കരിപ്പട്ടിയിട്ട് പിന്നെ ലാസ്റ്റിൽ അല്പം ലെമൺ കൂടെ സ്ക്യൂസ് ചെയ്ത് ഞാൻ ഒഴിച്ച് കുടിക്കാറാണ് പതിവ്. പാലെടുക്കില്ല. അപ്പോൾ ഇതാ എൻ്റെ വീഡിയോയിൽ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കേട്ടോണ്ടിരിക്കണമായിരിക്കാം നായിൻ്റെ സൗണ്ട്. ഇത് നമ്മളെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളല്ല, തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ. അവിടെ ഓണറില്ല, ഒരു ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരു കുടുംബ വീട്ടിലാണ്. അപ്പോൾ ഡെയിലി ഒരു നേരം വന്ന് ആരെങ്കിലും ഫുഡ് കൊടുത്തിട്ട് പോകും. പക്ഷെ ഇവിടെ ആളില്ലാത്ത കാരണം അതുങ്ങൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ശരി, ഓക്കെ. ഇത് ഞാൻ കരിപ്പട്ടിയാണ് ഇടുന്നത് കേട്ടോ, ഒറിജിനൽ കരിപ്പട്ടി. ചിലപ്പോൾ ഒക്കെ ഞാൻ പൊട്ടിച്ച് അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ട്. പിന്നെ അത് അങ്ങനെ നോക്കുമ്പോൾ ചില സമയങ്ങളിൽ അത് ഉരുകി അങ്ങനെ വെള്ളം പോലെ ആവും. അത് കാരണം ഞാൻ അപ്പോഴപ്പോഴും ആവശ്യമുള്ളതിനങ്ങനെ കട്ട് ചെയ്തെടുക്കാറാണ് പതിവ്. എനിക്കും അതെ, പിള്ളേർക്കും കരിപ്പട്ടി തന്നെയാണ്. രാവിലെ ദോശയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചു. എന്നും അരച്ച് വയ്ക്കാറാണ് പതിവ്. പക്ഷേ എനിക്ക് 2 ദിവസത്തിന് മുമ്പ് അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ അച്ഛൻ കുറേ മാവ് വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അമ്മ 2 എടുത്ത് തന്നയച്ചു, നീ ഇത് കൊണ്ടുപോകുന്നു. ഒത്തിരി ഇരുന്നാൽ അവിടെ അങ്ങനെ അത് യൂസ് ആവില്ല എന്നുകൊണ്ട് അമ്മ തന്നയച്ചു. പിന്നെ ഞാനും 2 ദിവസം അരച്ചില്ല. ആ പാക്കറ്റ് തീർന്നതിന് ശേഷം അരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. ഇത് ദോശയ്ക്ക് മാവെടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ ചായ റെഡിയായി. ഇനി അതിലേക്ക് കുറച്ച് ലെമൺ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ കുടിക്കും. മോൻ എണീറ്റ് വന്നിട്ട് മോനും ചായ കൊടുക്കാം. ഞാൻ നിങ്ങളെ ചായ ഇട്ടേരാം. ചായ. കൊള്ളാമോ? ചായ കൂടി കഴിഞ്ഞിട്ട് ധനുവും ഒന്ന് കിച്ചണിൽ കയറി എന്നെ സഹായിക്കാൻ വേണ്ടി. കുറച്ച് ഉള്ളി, സാമ്പാറിന് ഉള്ളിയൊക്കെ തൊലിച്ച് തന്നു, തേങ്ങ ചിരകി തന്നു. ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നെ. കാരണം അവൻ ചെന്നൈയിൽ നിൽക്കുമ്പോൾ 3 വർഷം തനിച്ചായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ആഹാരമൊക്കെ അവൻ തന്നെ വച്ച് കഴിക്കാറുണ്ട്.
ഒരു വർഷം ഞാൻ അവിടെ ആയിരുന്നു അവൻ്റെ കൂടെ, സെക്കൻഡ് ഇയറിൽ. പിന്നെ എല്ലാം പഠിച്ചു അവനും. സോ ഇപ്പോൾ നല്ലൊരു ഹെൽപ്ഫുള്ളാണ് അവൻ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ. പിന്നെ പെട്ടെന്ന് ഒരു സൈഡ് ഡിഷും കൂടെ ഒന്ന് റെഡിയാക്കി. ബീട്രൂട്ട് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറും ബീട്രൂട്ട് തോരനും കൂടെയൊക്കെ ആകുമ്പോൾ രാവിലത്തേക്കും സാമ്പാറായി, ഉച്ചത്തേക്ക് ഒരു കറിയായല്ലോ എളുപ്പത്തിൽ. പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്ന് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് മോൾ എണീറ്റ് വന്നു. സ്കൂളിൽ പോകാത്ത ഭയങ്കര ഒരു സന്തോഷമാണ് അവൾക്ക്. അത് കാരണം അവൾ ഞാനേ വീഡിയോ എടുത്ത് തരാം അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇനി വേറെ ആര് വേണം അല്ലേ. അങ്ങനെ കൈയോടെ ഞാൻ ദോശയും കൂടെ ഒന്ന് ചുടാൻ തുടങ്ങി. പിന്നെ ദോശ ചുടുന്ന കണ്ടാൽ പിന്നെ വിഷ്ണുമായയ്ക്ക് അവൾ തന്നെ ദോശ ചുടണമെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് വരും. ദോശ കഴിക്കണ നല്ല കഴിച്ചാ നല്ല കഴിച്ചിട്ടോ. ദോശ ഇളക്കിടാൻ പറഞ്ഞു ഇളക്കിട്ടോ. വെള്ളം കുറച്ച് വെച്ചതിന് ശേഷം എടുത്തിട്ട അമ്മ ഒന്ന് എണ്ണ ഇങ്ങനെ ചെയ്താൽ മതി. കുറച്ച് കൂട്ടി ഇതാ ദോശ മാത്രം ആവുന്നത് വെരി ഗുഡ്. അപ്പോഴേ ബീട്രൂട്ട് കട്ട് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ സവാള മാത്രം കട്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ സവാളയും കൂടെ ഒന്ന് വേഗം കട്ട് ചെയ്തിട്ട് അങ്ങനെ സൈഡിൽ കൂടെ എല്ലാ ജോലികളും അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്ലീനിങ്ങും കൈയോടെ എനിക്ക് കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ വലിച്ചു വാരി ഇടുന്നതും ഇഷ്ടമില്ല. പുറത്ത് നല്ല മഴയാണ്. ഈ മഴയൊന്ന് കുറഞ്ഞാൽ തന്നെ നമുക്കൊന്ന് വെളിയിലിറങ്ങാൻ പറ്റുകയുള്ളൂ.
രാവിലെ തുടങ്ങിയ മഴയാണ്. രാവിലെയല്ല, ഇന്നലെ രാത്രി മുതലേ ഉണ്ടായിരുന്നു. മഴ നിന്നിട്ടില്ല, ചാറലായിട്ട് അങ്ങനെ പെയ്യുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഹെവി ആയിരുന്നു. എങ്കിലും ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ്. അരി വടിച്ചിട്ട് പാത്രങ്ങളും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ പണികൾ തീരും. ഞാൻ ഇങ്ങനെയാണ് അരി വടിക്കാറ്. കുക്കറിൽ നന്നായിട്ട് വേവിച്ചിട്ട് ഇതുപോലത്തെ ഈ ഫിൽറ്റർ പോലത്തെ ഒരു പാത്രമല്ലേ, ഇതിൽ അങ്ങനെ ഇട്ടിട്ട് ചൂടുവെള്ളം കുറച്ചുകൂടെ അങ്ങ് ഒഴിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഈ റെഡ് റൈസ് വേവാൻ കുറച്ച് സമയമെടുക്കും. അത് കാരണം എന്നും കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത്. കുക്കറിലാകുമ്പോൾ ഒരു 3 വിസിൽ മതിയാവും. അപ്പം അങ്ങനെ അരി വടിച്ചായി. ഇനി കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ട്, അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പോയി കുളിച്ചിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ പിന്നെ ആ സമയത്ത് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ പോയത്. ഇവിടെയൊക്കെ അതാ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ്. അടുക്കള പണി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ക്ലീൻ ചെയ്യാതെ പോകാറില്ല. അപ്പോൾ തന്നെ നമുക്കൊരു തൃപ്തി വരും വീണ്ടും അടുക്കളയിൽ വന്ന് കയറാൻ. അല്ലെങ്കിൽ അത് കാണുമ്പോഴേ ഒരു തളർന്നു പോകും. ഇതാ ഇത്ര പാത്രങ്ങൾ മാത്രമാണ്, അതും കൂടെ ഒന്ന് കഴുകണം. പാത്രങ്ങളെല്ലാം കഴുകിക്കൊടുക്കുന്നത് പിള്ളേരും കുളിച്ച് റെഡിയായിട്ട് വന്നു. അപ്പോൾ പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഇതാ വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഭയങ്കര മഴ. കഴിക്കുക. കൂട്ടാൻ കൊള്ളാമോ സാമ്പാർ? ഇപ്പം ഞാൻ കുളിച്ചിട്ട് വരട്ടാ. അങ്ങനെ ഞാനും കുളിച്ച് ഫ്രഷായി. എനിക്കും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പുറപ്പെടേണ്ടതെന്നാണ്. ഹോസ്പിറ്റൽ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റേഴ്സിൻ്റെ ദൂരമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും മാത്രം പോകാമെന്ന് വിചാരിച്ചാണ് പിന്നെ ബൈക്കിൽ. പക്ഷേ മഴയായത് കാരണമാണ് പിന്നെ ധനുവിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അവിടെ കുറേ നേരമൊക്കെ OPയിൽ വെയിറ്റ് ചെയ്തു.
എവിടെ പോകണം? വിഷ്ണു നമ്പർ 10. ഇത് തന്നെ. ഇത് തന്നെ. നമ്മൾ എത്തിയത് ശ്രീ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെയാണ്. കൊല്ലശ്ശേരത്തുള്ള മെഡിക്കൽ കോളേജാണ്, പഴയ വേലാതമ്പിള്ള ഹോസ്പിറ്റൽ എന്ന് പറയും. അപ്പോൾ അവിടെ MBBS സ്റ്റുഡൻസ് അവരും ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവർക്ക് എന്തോ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഡോക്ടറിനെ കണ്ടു. ഒക്കെ വേറെ പ്രശ്നമൊന്നുമില്ല, ചെറിയ സ്കിൻ ഡ്രൈ ആയതുകൊണ്ടാണ് അങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ ടോക്കണൊക്കെ എടുത്തിട്ട് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇമ്മീഡിയറ്റായിട്ട് അവിടുന്ന് വാങ്ങിച്ച് പുറപ്പെട്ടു. അതിനിടയ്ക്ക് അമ്മയ്ക്കൊരു ചെരുപ്പ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. കാല് വേദന അമ്മയ്ക്ക്, അത് കാരണം അവിടെ ഒരു അപ്പോളോ അവിടെ കയറേണ്ടി വന്നു. അപ്പോളോ മെഡിക്കൽസിൽ കയറി അമ്മയ്ക്കൊരു ചെരുപ്പും വാങ്ങി നേരെ അമ്മയുടെ വീട്ടിൽ വിട്ടു. ചെരുപ്പ് വാങ്ങുന്നതിനിടയിൽ ആ മെഡിക്കൽ സ്റ്റോറിലുള്ള സാധനങ്ങൾ ഓരോന്നാ നോക്കിയിട്ട് വിഷ്ണുമായ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ വേഗം അടുത്ത മഴയ്ക്ക് മുമ്പേ വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് നേരെ അമ്മയുടെ വീട്ടിൽ വിട്ടു. അമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ അമ്മ അവിടെ നമ്മളതിന് കാത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്, അവിടെ കൂടുതൽ നേരം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വേഗം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കാരണം അമ്മ പുറത്തേ വെയിറ്റ് ചെയ്യായിരുന്നു. അമ്മയ്ക്ക് ചെരുപ്പ് കൊണ്ട് കൊടുത്തു, വേറെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ അവിടെ അച്ഛൻ ഒരു ചക്ക എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, വരിക്ക ചക്ക. അപ്പോൾ അതിനെയും തൂക്കി കാറിലിട്ടിട്ട് അവിടെ നിന്ന് നേരെ പുറപ്പെട്ടു. അമ്മയ്ക്ക് നേരം പോകാത്തത് കാരണം അമ്മ എന്തോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മ. $560. അതിൻ്റെ അകത്ത് മരുന്നുണ്ട്, അവളുടെ മരുന്നുണ്ട്. അതിൻ്റെ അകത്ത് മരുന്നുണ്ട്. കളർ കൊള്ളാമോ? വേറെ കളറുള്ളത് ഭയങ്കര ലോ ക്വാളിറ്റി ആയിരുന്നമ്മ. കേക്കണ വീട്ടിലിടന്നില്ല. അവിടെ അധികം നേരം നിന്നില്ല, ഉടനെ ഇറങ്ങി. ഇതാണ് അച്ഛൻ തന്ന ചക്ക, നമ്മൾ സീറ്റിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ പോകണം, അത് കാരണം വേഗം ഇറങ്ങി. വിഷ്ണുവിന് അമ്മൂമ്മയും അപ്പനെയും കാണുമ്പോൾ ഒരു ഇളക്കം അല്പം കൂടും. പിന്നെ കഴിക്കാനും അവർക്ക് കുറച്ച് ചിപ്സ് കിട്ടി, അതിൻ്റെ സന്തോഷത്തിലാണ് പുള്ളിക്കാരി. നമ്മൾ പിന്നെ ഒരു വെജിറ്റബിൾസ് തൊട്ടടുത്ത് തന്നെയാണ് വെജിറ്റബിൾസ് കടയിൽ കയറി കുറേ വെജിറ്റബിൾസും വാങ്ങി വീട്ടിലേക്ക് പുറപ്പെട്ടു. കോയമ്പത്തൂർ ട്രെയിനിങ് പോയിരുന്നു. ശരി ശരി. വലിയ ഉള്ളി വേണം. എത്രയാണോ? 3 കിലോ. മുട്ട ഇന്നലെ 50. Healthy food. Non-healthy food. Unhealthy food. Healthy food. Healthy food. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര തന്നെയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണും വരെ Bye for now. ബൈ ഫോർ നൗ. സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം ചെയ്യാം.